ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 44. ഖാല റഹിമഹുല്ലാഹു തആല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വ ഖൗലുല്ലാഹി തആല, അല്ലാഹു തആലയുടെ വചനം, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രികീൻ. 108-ാമത്തെ ആയത്ത് സൂറത്ത് യൂസുഫ്. ഖുൽ, നബിയെ തങ്ങൾ പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, ഇത് എൻ്റെ മാർഗമാണ്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, അതായത് വ്യക്തമായ അറിവോടുകൂടി, തെളിവോടുകൂടി. അന, ഞാനും, വമനിത്തബഅനി, എന്നെ പിന്തുടർന്നവരും, എൻ്റെ ഫോളോവേഴ്സ്. വസുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവൻ അല്ല എന്ന്. ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത്, ഫി ആഖിരി സൂറത്ത് യൂസുഫ്, സൂറത്ത് യൂസുഫിലെ അവസാനത്തെ ഭാഗത്താണ്. യഅ്മുറുല്ലാഹു സുബ്ഹാനഹു വ തആല നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പിക്കുന്നു, അയ്യുഅ്ലിന ലിന്നാസി, ജനങ്ങൾക്ക് പരസ്യപ്പെടുത്താൻ, ജനങ്ങളോട് പരസ്യപ്പെടുത്താൻ, അൻ ബയാനി മൻഹജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ് വിവരിച്ചുകൊണ്ട്, മൻഹജി അത്ബാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ, പിൻപറ്റുന്നവരുടെ മൻഹജും രീതി. വഹു, അതെന്താണ്? അദ്ദഅവതു ഇലല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കലാണ്, പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തലാണ്. അലാ ബസീറത്തിൻ, ഇൽമ്, അറിവോടുകൂടി, തെളിവോടുകൂടി. ഫദല്ല, അപ്പോൾ അത് അറിയിച്ചു, അല, എന്തിന്മേൽ? അന്ന മൻ ലം യദ്ഉ അലാ ബസീറത്തിൻ, ബസീറത്ത്, വ്യക്തമായ തെളിവ്, പ്രമാണം ഇല്ലാതെ ദഅവത്ത് നടത്തുന്നവൻ, ഫഇന്നഹു ലം യുഹഖിഖ്, അവൻ സാക്ഷാത്കരിച്ചിട്ടില്ല, തഹഖീഖ് ചെയ്തിട്ടില്ല, ഇത്ബാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത് അവൻ തഹഖീഖ് ചെയ്തിട്ടില്ല. വ ഇൻ കാന ആലിമൻ വ ഫഖീഹൻ, അവൻ ആലിമും ഫഖീഹും, പണ്ഡിതൻ ആണെങ്കിൽ പോലും. അപ്പോൾ വ്യക്തമായ തെളിവ് സഹിതമാണ് ദഅവത്ത് നടത്തേണ്ടത് എന്നതാണ്. അങ്ങനെ നടത്തുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ബാ, പിൻപറ്റുന്നവർ. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ വചനം, ഖുൽ, പറയുക, ഖുൽ ഐ, അതായത് ഖുൽ യാ മുഹമ്മദ് ലിന്നാസ്, മുഹമ്മദേ, ജനങ്ങളോട് പറയൂ, മനുഷ്യരോട് പറയൂ. ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, ഇത് എൻ്റെ മാർഗമാണ്. അസ്സബീലു മഅനാഹ, ഇവിടെ സബീൽ എന്ന് പറഞ്ഞാൽ അത്വരീഖുല്ലദി അല്ലത്തി അസീറു അലൈഹ, ഞാൻ സഞ്ചരിക്കുന്ന പാത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിക്കുന്ന പാത. അദ്ഉ ഇലല്ലാഹി, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഇലാ തൗഹീദില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ തൗഹീദിലേക്ക്. വ ഇഫ്റാദിഹി ബിൽ ഇബാദത്തി, ഇബാദത്തിൽ അള്ളാഹുവിന് മാത്രം ഒറ്റയാക്കണം എന്നതിലേക്ക്. വത്തർക്കി ഇബാദത്തി മാ സിവാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ഉപേക്ഷിക്കണമെന്ന്, ഇതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. വകദാലിക ദഅവതു ഇലാ ബഖിയത്തി ശറാഇദ്ദീൻ, അതേപോലെ ദീനിൻ്റെ മറ്റു ശരീഅത്തുകൾ, നിയമങ്ങൾ, ബാക്കിയുള്ള നിയമങ്ങൾ, അവശേഷിക്കുന്ന നിയമങ്ങളിലേക്കുള്ള ദഅവത്തും. ഫതകൂനു ദഅവതു ലിൽ കുഫാരി, അപ്പോൾ കുഫാറുകൾക്ക്, സത്യനിഷേധികൾക്കുള്ള ദഅവത്ത് എങ്ങനെയാകും? ലിദ്ദുഖൂലി ഫിൽ ഇസ്ലാം, അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ്. വതകൂനു ദഅവതു ലിൽ ഉസാതി മിനൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിൽപ്പെട്ട പാപികൾ, അവർക്കുള്ള ദഅവത്ത് എങ്ങനെയാണ്? ലിത്തൗബത്തി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിലേക്ക് അവർ തൗബ ചെയ്ത് മടങ്ങുക, ദോഷങ്ങളിൽ നിന്നൊക്കെ തൗബ ചെയ്ത് മടങ്ങുക എന്നതാണ്. വ അദാഇൽ വാജിബാത്ത്, അവർക്ക് മേൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക, അതിലേക്കുള്ള ദഅവത്താണ്. വ തഹദീരി മിനൽ വുഖൂഇ മിന ഷിർക്ക്, അതുപോലെ മുസ്ലിങ്ങളാണെങ്കിലും അവർ ഷിർക്കിലെ ആപതിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കണം എന്നതിലേക്കുള്ള തൗഹീദ് ദഅവത്താണ്. വജ്തിനാബിൽ മുഹറമാത്ത്, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കണം എന്നതിലേക്കുള്ള ദഅവത്താണ്. ഫദ്ദഅവതു ലൈസത്ത് മഖ്സൂറത്തുൻ അലാ ദഅവത്തിൽ കുഫാർ, അപ്പോൾ ദഅവത്ത്, പ്രബോധന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, കുഫാറുകൾ, സത്യനിഷേധികൾക്ക് അവരിലേക്ക് മാത്രം പരിമിതപ്പെടുന്നതല്ല, അവരോട് മാത്രം ദഅവത്ത് പോരാ. ബൽ ഹത്തൽ മുസ്ലിമൂന അല്ലദീന ഹും ബിഹാജത്തിൻ ഇല ദഅവതി, ദഅവത്തിലേക്ക്, പ്രബോധനത്തിലേക്ക് ആവശ്യമുള്ള മുസ്ലിങ്ങൾ വരെ അതിലുൾപ്പെടും. ലിവുഖൂഇഹിം ഫിൽ മആസി, പാപങ്ങളിൽ അവർ ആപതിച്ചതിനാൽ. വൽ മുഖാലഫാത്തി, എതിരായിട്ടുള്ള, ദീനിനെതിരായിട്ടുള്ള കാര്യങ്ങളിലും. യഹ്താജൂന ഇല ദഅവത്തിൻ, അവരും എന്താണ്,
ദഅവത്തിലേക്ക് ആവശ്യക്കാരാണ്. ദഅവത്തുൻ ഇല തൗബതി വഅദാഇൽ വാജിബാതി വതർക്കിൽ മുഹറമാതി വൽ മഖാഫത്തി മിനല്ലാഹി അസ്സ വജൽ. ഏതൊക്കെ ദഅവത്താണ് അവർക്ക് വേണ്ടത്? തൗബത്തിലേക്കുള്ള, അതായത് തൗബ ചെയ്ത് മടങ്ങണം അള്ളാഹുവിലേക്ക് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ വാജിബാത്ത് നിർവഹിക്കണം എന്നത്, മുഹറമാത്ത് ഉപേക്ഷിക്കണം എന്നത്, അതേപോലെ അള്ളാഹു അസ്സ വജല്ലിനെ ഭയപ്പെടണം എന്നത്. ഫദ്ദഅവത്തു ആമ്മത്തുൻ. അപ്പോൾ ദഅവത്ത്, പ്രബോധന പ്രവർത്തനം എന്നത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. വദ്ദഅവത്തു ഇലാ മഅരിഫത്തി തൗഹീദി വ മഅരിഫത്തി ളിദ്ദിഹി. അതേപോലെ തൗഹീദ് മനസ്സിലാക്കൽ, അതിൻ്റെ ളിദ് ഓപ്പോസിറ്റ് വിപരീതമായിട്ടുള്ള ഷിർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കൽ, അതിലേക്കുള്ള തൗഹീദ് ദഅവത്തും. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഖാല ഷെയ്ഖ് റഹിമഹുല്ലാഹ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫിഹി അത്തംബീഹു അലൽ ഇഖ്ലാസ്. അതിൽ എന്തുണ്ട്? ഇഖ്ലാസിലേക്കുള്ള ഉണർത്തലുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലാതെ തന്നിലേക്കല്ല. ദാഇ, പ്രബോധകൻ, അയാളിലേക്കല്ല ക്ഷണിക്കുന്നത്, അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫഇന്ന ബഅ്ദന്നാസി ഇന്നമാ യദ്ഉ ഇലാ നഫ്സിഹി. കാരണം ചില ആളുകൾ അവൻ സ്വന്തത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫഖദ് യകൂനുൽ ഇൻസാനു യദ്ഉ വയഹാദിറു വയഖ്തുബു. ചില ആളുകൾ, മനുഷ്യൻ ചിലപ്പോൾ അവൻ ക്ഷണിക്കുന്നുണ്ടാവും, പ്രബോധനം നടത്തുന്നുണ്ടാവും, അവിടെ അവന് ആളുകളെ ക്ഷണിച്ച് ഹാജറാക്കി അവനെന്ത് ചെയ്യുന്നുണ്ടാവും? പ്രസംഗിക്കുന്നതൊക്കെ ഉണ്ടാവും, ഖുത്ബയൊക്കെ നടത്തുന്നുണ്ടാവും, പ്രഭാഷണമൊക്കെ ഉണ്ടാവും. ലാക്കിൻ ഖസ്ദുഹു മിൻ ദാലിക അന്നഹു യതബയ്യനു ശഅ്നുഹു ഇൻദന്നാസ്. അവൻ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ? അവൻ്റെ കാര്യം, അവൻ്റെ അളമത്ത്, മഹാത്മ്യം അത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക എന്നുള്ള. വയസീറു ലഹു മക്കാന, അവനൊരു സ്ഥാനം ഉണ്ടാക്കുക എന്നുള്ള. വയംദഹു മിനന്നാസ്, അവൻ ജനങ്ങളാൽ മദ്ഹ് ചെയ്യപ്പെടുക, പ്രശംസിക്കപ്പെടുക എന്നാണ്. വയതജംഹറൂന, അതേപോലെ യതജംഹറൂന എന്ന് പറഞ്ഞാൽ യജ്തമിഊന, ജനങ്ങൾ അവൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളതാണ്. അലേ, അവന് വേണ്ടി, അവൻ്റെ മേൽ. വയക്സീറൂന ഹൗല, അവൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടുക. ഫഇദാ കാന ഹാദാ ഖസ്ദുഹു, ഇതാണ് അവൻ്റെ ഉദ്ദേശ്യം ദഅവത്ത് കൊണ്ട് എങ്കിൽ, ഫഹുവ ലം യദ്ഉ ഇലല്ലാഹ്, അവൻ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തിയിട്ടില്ല, പ്രബോധനം നടത്തിയിട്ടില്ല. വഇന്നമാ യദ്ഉ ഇലാ നഫ്സിഹി, അവൻ്റെ സ്വന്തത്തിലേക്കാണ് പ്രബോധനം നടത്തിയത്. വൽ ഇൻസാനു അല്ലദീ യത്റുകു ദഅവത ഫഇന്നഹു തറക വാജിബൻ അദീമ. ദഅവത്ത് ഉപേക്ഷിക്കുന്ന ആൾ മഹത്തായ ഒരു കാര്യം, നിർബന്ധ ബാധ്യതയാണ് അയാൾ ഒഴിവാക്കുന്നത്. വൽ ഇൻസാനു അല്ലദീ ലം യഖ്ലുസ് ഫി ദഅവതി, അതേപോലെ തന്നെ ദഅവത്തിൽ ഇഖ്ലാസ് ഇല്ലാത്ത ആൾ, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാക്ഷിക്കാതെ അവൻ സ്വന്തം പ്രശസ്തി ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ ദഅവത്തിൽ ഇഖ്ലാസ് ഇല്ലാത്ത ആളാണ്. അങ്ങനെ ദഅവത്തിൽ ഇഖ്ലാസ് ഇല്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത വ്യക്തി യഖഉ ഫി മഹ്ദൂരിൻ അദീം, അയാൾ വലിയ അപകടത്തിലാണ് പെടുന്നത്. ബൽ ലാബുദ്ദ മിന ദഅവതി, അപ്പോൾ ദഅവത്തിന് നിർബന്ധമാണ് എന്ത്? അത് അനിവാര്യമാണ്. വഅൻ തകൂന ഖാലിസതൻ ലിവജ്ഹില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ വജ്ഹ് കാക്ഷിച്ചുകൊണ്ട് അവന് മാത്രം തനിച്ചാക്കിക്കൊണ്ട് ആയിരിക്കണം. വയകൂനൽ ഖസ്ദു മിൻഹാ ഇഖാമത്തു ശർഇല്ലാഹ്, അള്ളാഹുവിൻ്റെ ശർഅ് സ്ഥാപിക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശമാവേണ്ടത്, അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ സ്ഥാപിക്കുക എന്നത്. വൽ ഖസ്ദു മിൻഹാ ഹിദായത്തുന്നാസി വനഫ്ഉന്നാസി. അപ്പോൾ അതുകൊണ്ട് ദഅവത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്തായിരിക്കണം? ജനങ്ങൾക്ക് മാർഗദർശനം കിട്ടുക, ജനങ്ങൾ നല്ല വഴിക്കാകുക, അവർ ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുക എന്നതായിരിക്കണം. മദഹൂക ഔ ദമ്മൂക, ജനങ്ങൾ നിന്നെ പ്രശംസിച്ചാലും ശരി, നിന്നെ നിന്ദിച്ചാലും ശരി, അതൊന്നും ജനങ്ങളുടെ പ്രശംസയും അവരുടെ ദമ്മും ഒന്നും, മധും ദമ്മൊക്കെ സവ, മധുഹും വദമ്മൂഹും സവ എന്ന് പറഞ്ഞില്ലേ കവി, അതേപോലെ. ഫബഅദുന്നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ചില ആളുകൾ, ഫബഅദുന്നാസ്, അപ്പോൾ ചില ആളുകൾ ഇദാ ലം യംദഹ് വയശജ്ജഅ് തറക ദഅവ, ചില ആൾക്കാരുടെ രീതി എന്താണ്? അവർ പ്രശംസിക്കപ്പെടുന്നില്ല, മദ്ഹ് ചെയ്യപ്പെടുന്നില്ല, വയശജ്ജഅ്, അവർ എൻകറേജ് ചെയ്യപ്പെടുന്നില്ല, പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവർ ദഅവത്ത് ഉപേക്ഷിക്കും. എനിക്ക് അവസരമില്ല, എനിക്കൊരു സാധ്യതയില്ല, ഞാനിപ്പോൾ ഇവിടെ തൗഹീദിക്ക് വന്നു, ഖുറാഫാത്തും ശിർക്കൊക്കെ വെടിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് അവസരം തരാൻ ആളില്ല, എന്നെ പ്രേരിപ്പിക്കാൻ ആളില്ല, എനിക്ക് എൻകറേജ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾ ഫഹാദാ ദലീലുൻ അലാ അന്നഹു ലാ യദ്ഉ ഇലല്ലാഹ്, ഇത് തെളിവാണെന്ത്? അവൻ അള്ളാഹുവിലേക്കല്ല ക്ഷണിക്കുന്നത്, അവൻ സ്വന്തത്തിലേക്കാണ് ക്ഷണിക്കുന്നതിന് തെളിവാണ്. വഇന്നമാ യദ്ഉ ഇലാ നഫ്സി, അവൻ സ്വന്തത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. ഫല്യതനബ്ബഹിൽ മുസ്ലിമു വയകൂന റായിദുഹു വഖസ്ദുഹു മിൻ ദഅവതിഹി വഅൽ ഇഖ്ലാസ് ലിവജ്ഹില്ലാഹി അസ്സ വജൽ. അപ്പോൾ മുസ്ലിം ഉണരണം, മുസ്ലിമിന് തംബീഹ് പറയണം, എന്ത്? ഉണർത്തണം. അവൻ
മനസ്സിലാക്കട്ടെ, അവൻ ഉണരട്ടെ. എന്താണ് അവൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം? ദഅവത്ത് കൊണ്ട് അത് അല്ലാഹു അസ്സ വജലിന് മാത്രം ഖാലിസാക്കിക്കൊണ്ടുള്ളതായിരിക്കണം. അവൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച്, അവൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ദഅവത്ത് നടത്തേണ്ടത്. വനഫ്ഉന്നാസി, അതേപോലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ്. വതഖ്ലീസുഹും മിന ശിർക്കി, അവരെ ഷിർക്കിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ്. വമിനൽ ബിദഅി, ബിദഅത്തുകളിൽ നിന്ന് അവരെ മുക്തരാക്കുക എന്നതാണ്. വമിനൽ മുഖാലഫാത്തി, ശറഅന് വിരുദ്ധമായ സംഗതികൾ അവർ ചെയ്യുന്നില്ലെന്ന് അവരെ മുക്തരാക്കുക എന്നതായിരിക്കണം അവൻ്റെ ദാഇയുടെ ലക്ഷ്യം. വയുദ്ദിൽ വാജിബ് അല്ലദി അലൈഹി, അതേപോലെ അവൻ്റെ മേൽ നിർബന്ധമായ ബാധ്യത അവൻ നിറവേറ്റുക എന്നതായിരിക്കണം അവൻ്റെ. വൽ കസറത്തു ഹൗല ശഖ്സി ലാ തദുല്ലു അലാ ഫദ്ലി, പിന്നെന്താണ് ഈ വ്യക്തിയുടെ പേഴ്സൺ, ഇൻഡിവിജ്വൽ, ആ വ്യക്തിയുടെ ചുറ്റും ആളുകൾ ധാരാളമുണ്ട് എന്നത്, കസറത്ത്, ആധിക്യം, അത് ലാ തദുല്ലു അലാ ഫദ്ലി, അയാളുടെ പോരിശ, അയാളുടെ ശ്രേഷ്ഠതയെ അറിയിക്കുന്നില്ല. ബഅദുൽ അംബിയ ലം യത്ബഅഹു ഇല്ല ഖലീൽ, ചില അംബിയാക്കളെ വളരെ കുറച്ചാളുകൾ മാത്രമേ പിന്തുടർന്നുള്ളൂ, കുറച്ച് ആളുകളല്ലാതെ പിന്തുടർന്നില്ല. അൻ നബിയു വമഅഹു അർറഹ്തു, ആ ഹദീസിൽ കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നബി, അദ്ദേഹത്തിൻ്റെ കൂടെ ചെറു സംഘം, 10ൽ കുറഞ്ഞ സംഘമാണ് റഹ്തു എന്ന് പറയുന്നത്. വൻ നബിയു മഅഹു റജുലു വറജുലാൻ, ഒരു നബി, ആ നബിയുടെ കൂടെ നബി കണ്ടത് ആരാണ്? ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ. വൻ നബിയു വലൈസ മഅഹു അഹദുൻ, ഒരു നബിയുടെ കൂടെ ഒരാളുണ്ടായിരുന്നില്ല. അങ്ങനെയാണ്. ഹൽ ഹാദാ യദുല്ലു അലാ അദ്മി ഫദ്ലി ഹാദാ നബി, ഈ നബിയുടെ ശ്രേഷ്ഠത ഇല്ല എന്ന് തെളിയിക്കുന്നുണ്ടോ? ഇല്ല. ലാ ഹാഷാവക്കല്ല, അങ്ങനെയല്ല കാര്യം. എന്താ? ഫൽ ഇൻസാനു ലാ യൻദുറു ഇലാ കസറത്തിൽ ഹാദിരീൻ, സന്നിഹിതരായ അല്ലെങ്കിൽ ഫോളോവേഴ്സ്, അനുയായികളുടെ ആധിക്യത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല മനുഷ്യൻ. ലഅൻ യഹ്ദിയ അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുമറിൻ നഅം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്താണ്? താങ്കൾ വഴി ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിദായത്ത്, മാർഗദർശനം ലഭിക്കുന്നത് താങ്കൾക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. അതേപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാതിൽക്കൽ ജനങ്ങൾ ഒത്തുകൂടി. വഹു യുരീദുൽ ഖുറൂജ ഇല സ്വലാഹ്, അദ്ദേഹം നിസ്കാരത്തിന് പുറപ്പെടാൻ ഉദ്ദേശിച്ചതായിരുന്നു. ഫലമ്മ ഖറജ, അങ്ങനെ നിസ്കാരത്തിന് പുറപ്പെട്ടപ്പോൾ വമശൗ ഖൽഫഹു, അങ്ങനെ പുറപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പിറകിൽ ആളുകൾ നടക്കുകയും ചെയ്തപ്പോൾ ഇൽതഫത ഇലൈഹിം, അവരിലേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കി. വഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇർജിഉ, നിങ്ങൾ മടങ്ങൂ. ഫഇന്നഹു ഫിത്നത്തുൻ ലിൽ മത്ബൂഅ് വദില്ലത്തുൻ ലിത്താബിഇ, കാരണം ഇങ്ങനെ ഒരാളുടെ പിറകിൽ നടക്കുക എന്ന് പറയുന്നത് അത് പിന്തുടരപ്പെടുന്ന ആൾ, അതായത് മുന്നിൽ നിൽക്കുന്ന ആൾ, മുന്നിൽ നടക്കുന്ന ആൾക്ക് അയാൾക്കൊരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്. കാരണം അയാൾക്ക് റിയാ വരാൻ സാധ്യതയുണ്ട്. ദില്ലത്തുൻ ലിത്താബിഇ, പിന്തുടരുന്ന ആൾക്കൊരു ദില്ലത്തും ആണ് എന്ന്. ഇത് പാടില്ല എന്നതല്ല, അദ്ദേഹം സ്വന്തമായിട്ട് അഹങ്കരിച്ചിരുന്നില്ല, സ്വന്തമായിട്ട് താലീം ചെയ്തിരുന്നില്ല എന്നതിനുള്ള തെളിവാണ് ഇത്. വളരെ വിനയമുള്ള വ്യക്തിയായിരുന്നു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന് വ്യക്തം. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം, ഈ സംഗതി, ഈ അസർ മുസന്നിഫ് ഇബ്നു അബീ ഷൈബയിൽ ഒക്കെ കാണാവുന്നതാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്ത്, ആ റിപ്പോർട്ടിൽ കാണാം, എൻ്റെ പാപങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങളെ, നിങ്ങൾ എന്നെ പിന്തുടരുമായിരുന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ മേലെ, എൻ്റെ തലയിൽ നിങ്ങൾ മണ്ണ് വാരിയിടുമായിരുന്നു എന്ന്. അപ്പോൾ എൻ്റെ പാപങ്ങൾ, ഞാൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന രൂപത്തിൽ ആ ആശയത്തിലൊക്കെ ആസറിൽ കാണാവുന്നതാണ്. ഇനി എന്താണ് പറയുന്നത്? അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, ഞാൻ അള്ളാഹുവിലേക്ക് ഇൽമ് പ്രകാരം ക്ഷണിക്കുന്നു. ഇൽമ്, ബസീറത്ത് പ്രകാരം, ഉൾക്കാഴ്ചയോടുകൂടി, വ്യക്തമായ പ്രമാണത്തോടു കൂടിയാണ് ക്ഷണിക്കുന്നത്. അൽ ബസീറത്തു മഅനാഹ അൽ ഇൽമു, ഇവിടെ ബസീറത്ത്, ഉൾക്കാഴ്ച എന്ന് പറഞ്ഞാൽ അറിവാണ്. ബൽ ഹിയ അഅ്ലാ ദറജാത്തിൽ ഇൽം, അത് ഉന്നതമായിട്ടുള്ള പദവിയിലുള്ള ഇൽമ് ആണ് എന്നതാണ്. വഫി ഹാദാ ദലീലുൻ, ഇതിൽ തെളിവുണ്ട്, അല അന്നഹു യുഷ്തറത്തു ഫി ദാഇയത്തി അൻ യകൂന അലാ ബസീറത്തിൻ, ദാഇ, പ്രബോധകൻ എന്തായിരിക്കണം? അവൻ വ്യക്തമായ ഉൾക്കാഴ്ച, അറിവോട്, പ്രമാണത്തോടു കൂടിയായിരിക്കണം പ്രബോധനം നടത്തേണ്ടത്. അതായത് അല ഇൽമിൻ ബിമാ യദഉ ഇലൈഹി, എന്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നത് അതിലേക്ക് വ്യക്തമായ തെളിവോടുകൂടി, അറിവോടുകൂടിയായിരിക്കണം. അമ്മൽ ജാഹിൽ ഫലാ യസ്ലുഹു ലിദ്ദഅവ, ജാഹില് ദഅവത്തിന് യോഗ്യനല്ല. ബൽ ലാബുദ്ദ അൻ യതസവ്വദ ബിൽ ഇൽമി ഖബല അൻ യശ്റഅ ഫി ദഅവ, ദഅവത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ ഇൽമ് സമ്പാദിക്കണം എന്നതാണ്. ലിഅന്നഹു ഫി ദഅവതിഹി യതഅറദു ഇലാ
അല്ലെങ്കിൽ താറത് ഇല ഷുബുഹാത്തിൻ ഒമുനാദറാത്തിൻ, കാരണം ശുബഹത്തുകൾ അതേപോലെ തർക്കങ്ങൾ ഒക്കെ അതിലേക്കൊക്കെ അവൻ എക്സ്പോസ് ചെയ്യപ്പെടും ദഅവത്തിനിടയിൽ. ഫമിൻ ഐന യുജീബു ഇദാ വഖഫ ഫി വജ്ഹി മുആനിദിൻ ഔ മുആരിദിൻ മുഷ്ബിഹിൻ. അപ്പോൾ ഈ എതിരാളി അല്ലെങ്കിൽ ശാഠ്യക്കാരൻ അല്ലെങ്കിൽ സംശയാരുമായിട്ടുള്ള ശുബഹത്തുള്ള വ്യക്തി, അയാളുടെ മുന്നിൽ ഇയാൾ എങ്ങനെ നിൽക്കും, എങ്ങനെ ഉത്തരം നൽകും, അയാളുടെ മുഖത്ത് നോക്കി എങ്ങനെ ഉത്തരം കൊടുക്കും. കൈഫ യസ്തതിഉൽ ഖലാസ്, എങ്ങനെ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, മറുപടി വ്യക്തമായിട്ട് പറഞ്ഞിട്ട്. ഇന്നഹു യഫ്ശലു, അയാൾ പതിരിപ്പോവും അറിവില്ലെങ്കിൽ. വയസ്വീറു നക്സത്തൻ അല ദഅവ, മാത്രമല്ല അതെന്താവും, അത് ദഅവത്തിന് ഒരു അട്ടിമറി സംഭവിക്കും. എന്താണോ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് അതിന് വിപരീതം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഔ യുജീബ, അല്ലെങ്കിൽ ബിജഹ്ലിൻ വയകൂനൽ അംറു അഖ്തറു, അല്ലെങ്കിൽ അവൻ അറിവില്ലാതെ എന്തെങ്കിലും മറുപടി പറയും, അപ്പോൾ അത് കൂടുതൽ അപകടമാണ്. ഇമ്മ അയ്യസ്കുത അനിൽ ജവാബി വയന്തസുറു അലൈഹിൽ ഖസ്ം, അപ്പോൾ എതിരാളി വിജയിക്കും. എങ്ങനെ? ജവാബ്, ഉത്തരം അയാൾ പറയാതിരുന്നാൽ, അതിൽ സുക്കൂത്തായാൽ, ഉത്തരം മൗനിയായിരുന്നാൽ, വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പോൾ എതിരാളി വിജയിക്കും. ഇമ്മ അയ്യുജീബ ബിജഹ്ലിൻ ഫയകൂനൽ അംറു അൽ അഖ്തർ, അല്ലെങ്കിൽ അറിവില്ലാതെ എന്തെങ്കിലും പറയും, അപ്പോൾ അത് കാര്യം അതിലേറെ ഗൗരവമാകും. ഹാദാ മിൻ നാഹിയ, ഇത് ഒരു വശം. വന്നാഹിയത്തു സാനിയ, രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് അന്ന ദാഇയത്ത് യഹ്താജു ഇലാ മഅരിഫത്തിൽ ഹലാലി വൽ ഹറാം, ഹലാൽ എന്ത് ഹറാം എന്ത് എന്ന് വ്യക്തമായിട്ട് അറിയണം ദാഇ, പ്രബോധകൻ. ഫഖദ് യകൂനു ബിജഹ്ലിഹി ഹാദാ ഷൈഉ ഹറാം വഹു ഹലാൽ, അവൻ ചിലപ്പോൾ അറിവില്ലാതെ ഇത് ഹറാമാണ് അത് ഹലാലാന്ന് പറയും. വഖദ് യകൂലു ബിജഹ്ലിഹി ഹാദാ ഷൈഉ ഹലാൽ വഹു ഹറാം, ഇത് ഹലാലാണ് അത് ഹറാമാണെന്ന് ചിലപ്പോൾ അവൻ അറിയില്ലാതെ പറയും. ഫദ്ദാഇയത്ത് യജിബു അൻ യകൂന അലാ ഇൽമിൻ ബിമാ യദഉ ഇലൈഹി, അപ്പോൾ അവൻ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് അത് വ്യക്തമായിട്ട് അവൻ അറിയണം ദാഇ, പ്രബോധകൻ. ബിഹൈസു അന്നഹു യഅരിഫുൽ ഹലാല വൽ ഹറാം, അവന് ഹലാലും ഹറാമൊക്കെ വ്യക്തമായിട്ട് അറിയണം. അതേപോലെ വാജിബ് മുസ്തഹബ്ബ വൽ മുഹറം വൽ മക്റൂഹ് വൽ മുബാഹ്, വാജിബ് എന്ത് നിർബന്ധം, മുസ്തഹബ് ഉത്തമമായത്, മുഹറം നിരോധിക്കപ്പെട്ടത് എന്ത് നിഷിദ്ധമാക്കപ്പെട്ടത്, വൽ മക്റൂഹ് മക്റൂഹ് അനഭിലഷണീയമായ കാര്യം എന്ത്, മുബാഹ് അനുവദനീയമായതെന്ത്. വയഅരിഫു കൈഫ യുജീബു അലൽ ഇഅ്തിറാദാത്തി വശുബഹി വൽ മുജാദലാത്ത്, അതേപോലെ തർക്കങ്ങൾ, സംശയങ്ങൾ, വൈരുദ്ധ്യങ്ങൾ, ഇതിനൊക്കെ എങ്ങനെ ഉത്തരം പറയും എന്നറിയണം. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ഉദ്ഉ, നിങ്ങൾ ക്ഷണിക്കൂ, താങ്കൾ ക്ഷണിക്കൂ, ഇലാ സബീലി റബ്ബിക, താങ്കളുടെ റബ്ബിൻ്റെ വഴിയിലേക്ക്, ബിൽ ഹിക്മത്തി, ഹിക്മത്ത് കൊണ്ട്, തത്വജ്ഞാനം കൊണ്ട്, അല്ലെങ്കിൽ വ്യക്തമായ അറിവ് കൊണ്ട്, വൽ മൗഇദത്തിൽ ഹസന, സതുപദേശം, നല്ല ഉപദേശം കൊണ്ടും, വജാദിൽഹും, അവരോട് താങ്കൾ സംവദിക്കുക, ബില്ലത്തി, ഒന്നുകൊണ്ട്, ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലുള്ള സംവാദമാണ് വേണ്ടത്. കൈഫ യസ്തതിഉ അൻ യുജാദില ബില്ലത്തി ഹിയ അഹ്സനു വഹുവ ലൈസ ഇൻദഹു ഇൽം, അറിവില്ലാത്ത ഒരാൾ എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ സംവദിക്കും. ഫയുസ്തറത്തു ഫിദ്ദാഇയ, അപ്പോൾ ദാഇക്ക് ഷർത്താക്കപ്പെടും അയ്യത അഹ്ല ബിൽ ഇൽം, അവന് ഇൽമ് നേടണം. ഫഇന്ന ബഅദ ദുആത്തി ലൗം ലൈസ ഇൻദഹും ഇൽം, ചില ദാഇകൾ ഇക്കാലത്ത് അവർക്ക് ഇൽമില്ല. വഇന്നമാ യുജീദുൽ കലാമ വശഖ വൽ ഖിതാബ, അവർക്ക് എന്താ പിന്നെ അറിയാം, സംസാരിക്കാറിയാം. ഷഖ എന്താ, ഷഖ എന്നൊക്കെ പറഞ്ഞാൽ ചാറ്ററിങ്, കുറേ വെറും വർത്താനം വടായി പറയാൻ പറയും പറ്റും. അതേപോലെ ഖിതാബ, നല്ല പ്രഭാഷണമൊക്കെ പറ്റും, കഴിയും. ലാക്കിൻ ലൈസ ഇൻദഹു ഇൽം, പക്ഷേ അവൻ്റെ അടുത്ത് ഇൽമില്ല. ബിഹൈസു ലൗ അറദ്ത ഒരു തലഹു അദ്നാ ശുബഹ, ഏറ്റവും ചെറിയ രൂപത്തിലുള്ളൊരു സംശയം, ഒരു ശുബഹത്തായിട്ടുള്ള കാര്യം, ഒരു ശുബഹത്ത് വരുന്ന കാര്യം അവൻ്റെ മുമ്പിൽ പ്രദർശിക്കപ്പെട്ടാൽ വന്നാൽ, ഔ സുഇലാൻ അദ്നാ മസ്അലത്തിൻ ഫിൽ ഹറാമി വൽ ഹലാൽ, ഹറാം ഹലാൽ വിഷയത്തിൽ ഏറ്റവും ചെറിയൊരു കാര്യം അവനോട് ചോദിക്കപ്പെട്ടാൽ, തഹബ്ബത ഫിഹ, അതിലവൻ പരാജയപ്പെടും. ഇതാണ് ചില ആളുകളുടെ അവസ്ഥ. അനവമനി ഇത്തബഅനി, ഞാനും എന്നെ പിന്തുടർന്നവരും അള്ളാഹുവിൻ്റെ വഴിയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, ഐ വാത്തുബായി, അതായത് എന്നെ പിന്തുടർന്നവർ, യദുഊന അല്ലാഹി, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അലാ ബസീറത്തിൻ, ഉൾക്കാഴ്ചയോടുകൂടി, അറിവോടുകൂടി. ഫദല്ല അലാ അന്ന മൻ ലം യദുഉ ഇലല്ലാഹി, അപ്പോൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാത്ത ആൾ, അതറിയിച്ചു എന്ത്, ലം യുഹഖിഖ് ഇത്ബാഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നു എന്നതിനെ തഹ്ഖീഖ്, യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടില്ല. കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുടർന്നവൻ വ്യക്തമായ അറിവ് നേടിയിട്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ആളായിരിക്കും.
വഅന്ന മൻ ദഅ ഇലല്ലാഹി അലാ ജഹ്ലിൻ, അപ്പോൾ അറിവില്ലാതെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തി ലം യുഹഖിഖ് ഇത്ബഅ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ എന്നതിനെ യാഥാർത്ഥ്യവൽക്കരിച്ചിട്ടില്ല. ബൽ ഇന്നഹു അദ്ഖല നഫ്സഹു ഫീമാ ലൈസ മിൻ ഷൈനി, അവൻ്റെ അല്ലാത്ത കാര്യത്തിൽ അവൻ്റെ നഫ്സിനെ അവൻ പ്രവേശിപ്പിച്ചു എന്ന് മാത്രം. വസ്വാറ ഖതറൻ അല ദഅവ, അത് ദഅവത്തിന് അപകടമാണ്. വഅല ദഅ, അതേ ദുആത്ത് പ്രബോധകർക്കും. ثم قال, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാന ഇസ്മുൻ മസ്ദറുൻ സബ്ബഹ ബിമഅന നസ്സഹ അല്ലാഹു അമ്മാ ലാ യലീഖു ബിഹി മിന ശിർക്കി വൽ ഖൗലി അലൈഹി സുബ്ഹാനഹു വ തആല ബിലാ ഇൽം. അറിവില്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, അതേപോലെ ഷിർക്ക്, അവൻ യോജിക്കാത്ത കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ ആശയം. ഫഇന്നല്ലാഹ യുനസ്സിഹു അനി ശിർക്കി വയുനസ്സിഹു അറിവില്ലാതെ എന്തൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്നുണ്ടോ, അതേപോലെ ഷിർക്കായി കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാക്കപ്പെടുന്നു ആണ്. ഫഹാദാ ഫീഹി വുജൂബു തൻസീഹില്ലാഹി സുബ്ഹാനഹു വ തആല അൻ നഖായിസ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തുണ്ട്, നഖ്സുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധരാക്കൽ നിർബന്ധമാണ്. അള്ളാഹു മുക്തനാണ് എന്ന വിശ്വാസമൊക്കെ നമുക്ക് നിർബന്ധമാണ് എന്നതാണ്. ഷിർക്ക്, അപ്പോൾ ഏറ്റവും വലിയ ന്യൂനത എന്താണ്, ഷിർക്ക്. അപ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അള്ളാഹുവിന് നഖസ് ആരോപിക്കലാണ്. കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം സൃഷ്ടികളോട് ചോദിക്കുക, മരിച്ചുപോയവരോട് തേടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിന് എന്തോ ന്യൂനത ഉള്ളതുകൊണ്ടാണല്ലോ അവൻ്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവനെന്ത് ചെയ്യുന്നത്, മരിച്ചുപോയ വ്യക്തികളോട്, അമ്പിയാക്കളുടെ ഊലിയാക്കളുടെ ഒക്കെ തേടുന്നത്. അപ്പോൾ അതൊക്കെ ഷിർക്കാണ് എന്നതാണ്. അതിൽ നിന്നൊക്കെ അള്ളാഹു തൻസീഹ് ഉള്ളവനാണ്, മുക്തനാണ്, പരിശുദ്ധനാണ് എന്നതാണ്.